എനിക്ക് കിടക്കുവാ കിടക്കുവാ തലമുടിയൊക്കെ ചീട്ട് പോകാമല്ലോ. ഇപ്പൊ ജീവൊന്നും വേണ്ട, ഇപ്പൊ നേരെയില്ല. ആണോ? ഇത് എവിടെയാ പോണേ നേരെ ഞങ്ങൾക്ക് അതിന്റെ കാര്യ. അയ്യോ, അപ്പൊ ഞാൻ വരണ്ടേ? ആ, എന്നെ ഉപേക്ഷിച്ചോ? അത് ചെയ്തോ ഞങ്ങൾ വരും. അല്ല, എന്നെ ഉപേക്ഷിച്ചോ? ഞാൻ വരണ്ടേ? അതൊക്കെ നിങ്ങൾ ഇപ്പൊ എന്തൊക്കെ അറിയാം. ഞങ്ങൾ പറയാൻ ഞാൻ വല്ല ഒന്നും ചോദിക്കുന്നില്ല. വേണ്ട. ചട്ടയിടാൻ കുട്ടികളാണ് അതേ നേരം വിജയിപ്പോയി. ഇല്ലാത്തവർക്ക് വെക്കാൻ വരാൻ. ആ, അപ്പം നമ്മുടെ സാവുചേട്ടായുടെ ബാഗിലെ കൃഷികളൊക്കെ അത് കേട്ടോ. തക്കാളി, രണ്ടാമത്തെ ട്രിപ്പാണിത്. തക്കാളി, കറ്റാർ വാഴ, വഴുതനയിലൊന്നും കായയില്ല. അമ്മ ഏതാണ്ടൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. എന്നാടാ എന്നാ? ആ, അവിടെ ആരാ നോക്കിക്കണേ? വാ, അതാരാ? ഇവിടെ ആരാ നോക്കി നിൽക്കണുണ്ടല്ലോ. ആ, ആണ്ടെ, അവനതിൻ്റെ പണിയില്ല. നിങ്ങൾ നോക്കി നിൽക്കുമായിരുന്നോ? ആണോ? ആ, അത് വലിയ കാര്യം. അതുപോലെ ഞങ്ങൾക്ക് വന്നപ്പോ ഒരാളെങ്കിലും ഉണ്ടായിരുന്നു. വേറെ അകത്തൊരാളെ നോക്കി. ഞങ്ങളിപ്പോ ഇരുട്ടത്തന്നെ. ഇരുട്ടോ? ഇതുണ്ട്, ഇത്രയും വേഗം വെട്ടല്ലേ? അതാരാ നിൽക്കുന്നേ? എന്നാ വേണ്ട വിശേഷം? ചേച്ചിക്ക് പനിയാണോ? ഒന്നുമില്ല, ഇതൊക്കെ ഉള്ളല്ലേ. തൊണ്ടയടപ്പാണോ? എൻ്റെ പണി തന്നെ കിട്ടിയോ? ആ, എനിക്ക് വച്ചില്ലായിരുന്നു. എനിക്ക് ചുമയുണ്ടോ വൈകിട്ട്? സാരില്ല. ഇതാരാ? തൊണ്ടയടപ്പ്. ആ, ഇപ്പം എല്ലാവർക്കും ഉണ്ട്. ചെയ്യാൻ്റെ ആദ്യമാണോ? എല്ലാ കൊല്ലം വരും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനെയാ? അത് ഒരു കൂടപ്പുറപ്പായിട്ട് തോന്നിയിരിക്കും. അത് അവസാനം വരെ ഉണ്ടാവും. പിന്നെ വലിയ വലിയ കുഴപ്പമൊന്നും നമുക്കില്ല, ഉണ്ടായില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്, അത് മാത്രം മതി. ഇതൊക്കെ പൊടിയിട്ട് കൊടുക്കുമ്പോൾ ഞങ്ങൾ വിട്ടാൽ മതി. വേറെ വിശേഷം വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നും. ഇനി ജനാടുമായിരുന്നു. ചേച്ചി, എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാണ്ട്. ടി ടി. ആ, അത് ഞാൻ പറഞ്ഞ എടുത്താക്കണ്ടേ. കഴിഞ്ഞ ദിവസം ഇരുമ്പെല്ലാം കിടക്കുന്നുണ്ട്. അല്ലേ വന്നുണ്ടോ? ആ, ഇതോ? അത് വേസ്റ്റാ. അത് വലിയ ചെടിയുടെ ചോട്ടിലൊക്കെ ഒഴിക്കാൻ. അങ്ങനെ കാര്യം എവിടെയില്ലേ? കട്ടനാ? ആ, തുണിയില്ല അവിടെ. അതെ അതെ. ആരാ? ആര്? പപ്പായ? സാബുവാ? സാബു ഉണ്ട് അവിടെ. ഏതാണ്ട് നട്ടോണ്ടിരിക്കുക. ആ ആ, പറമ്പിൽ ചേനയോ ഏതാണ്ട് നട്ടോണ്ടിരിക്കുക. നോക്കട്ടെ എന്നാന്ന്. ആ, അവനവിടെ കപ്പ ഏതാണ്ട് തടം എടുത്തോണ്ടിരിക്കുക. കപ്പയോ ചേന ഏതാണ്ട് നടാനായിട്ട് അവിടെയേ തടം എടുത്തോണ്ടിരിക്കുക. തടം കപ്പയോ ചേന ഏതാണ്ട് നടാനായിട്ട് തടം എടുത്തോണ്ടിരിക്കുക. തടം. ആ, കപ്പ നടണ്ടേ? ആ, തടം എടുത്തോണ്ടിരിക്കുക. എഞ്ചിലീന എന്ത് ചെയ്യും? എഞ്ചിലീനൊക്കെ എന്ത് ചെയ്യുന്നു? ആര്? എഞ്ചിലീനയാ? ഇങ്ങോട്ട് പോയി. വിവിനെ ഒന്നും ഇവിടെ ഇല്ല. ഇല്ല, വിവിനെ. ആ, വിവിനെ എവിടെയെങ്കിലും ഇല്ല. വിവിനെ ഇങ്ങോട്ടൊന്നും വന്നില്ല. എഞ്ചിലീന ഇവിടെ കാണും. ആ, ആള് വരുന്നു.
നാല് പഴം കഴിക്കും. ഒരു പഴം അതൊന്നും വേണ്ട നാളെ. അങ്ങനെ കഴിക്കും. ഇച്ചിരി വെള്ളം നല്ല കഴിക്കും. വിശപ്പൊന്നുമില്ല. കഴിച്ചോ. രാവിലെ കുട്ടായി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം. ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം. ഇഞ്ചക്ഷൻ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം. കുത്തിവെയ്. അവിടെ തന്നെ പോയാടി ഇന്ന് വീട്ടോട്ടാണ് പറ്റുമെങ്കിൽ അതിനാ അതിനാ വീട്ടിലോട്ട് പോകുന്നതിന് എന്നാ കുഴപ്പം? വീട്ടിലോട്ട് പോകുന്നതിന് എന്നാ കുഴപ്പം? ഇനിയിപ്പോൾ എപ്പോഴാണ് പോകണം? അത് ഇച്ചിരി കഴിയുമ്പോൾ ഇവിടെ കിടന്നു. ഇന്ന് ഇവിടെ കിടക്ക്. ഇവിടെ കിടക്കുന്നുണ്ടോ? പ്രാർത്ഥനയൊക്കെ പറഞ്ഞു. പ്രാർത്ഥനയൊക്കെ നടക്കാനുള്ളല്ലോ ഏറ്റവും ചോടി പോകാൻ പറ്റും. ഇല്ല ചേച്ചിക്ക് മേല. ചേച്ചിക്ക് തൊണ്ടയടപ്പാ. ചേച്ചിക്കും തൊണ്ടയടപ്പാ. എൻ്റെ പോലെ കിടക്കുന്നു തൊണ്ടയ്ക്ക്. തൊണ്ട ഒച്ചയില്ല. അവിടെ ആവി പിടിക്കാൻ പറ്റും. ആവി പിടിച്ചാലും അത് പോയില്ലമ്മ. ഇപ്പോഴത്തെ പനിയുടെ ഇത് തുണിയിൽ പിടിച്ച് വെള്ളത്തിനകത്ത് ആവി പിടിച്ചാൽ മതിയോ? തിളപ്പിച്ച ചെറു ചൂടോടെ ആവി പിടിച്ചാൽ മതിയായിരുന്നു. ആണോ? ഈ ഇതൊക്കെ തീർത്ത് വെക്കുക. അത് ഇപ്പോഴത്തെ ഒന്നും പോയില്ല. അങ്ങനെ പഴയതൊക്കെ അങ്ങനെ പോകണേ. പണ്ടത്തെ ഇപ്പോഴത്തെ അങ്ങനെയൊന്നും വരില്ല. കൊറോണ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അങ്ങനെ പോയില്ല. കൊറോണ ഇഞ്ചക്ഷൻ എടുത്തവർക്കല്ലാതെ പോയാൽ പിന്നെ വലിയ പാടാണ്. പിന്നെ അത് എന്ത് ചെയ്താൽ പോയാലും പിന്നെ ആളിൻ്റെ ആള് പോകണം. അതിൻ്റെ പരിപാടി ചെയ്തോ. അതേന്നേ. ഇങ്ങോട്ടാ പോകണം. ഇങ്ങോട്ടാ പോകണം. ഇനി പോണോ? ഇനി വേറെ വല്ലയിടത്തും പോണോ? വേറെ വല്ലയിടത്തും പോണോ? ഇങ്ങോട്ടാ പോകണം. വേറെ വല്ലയിടത്തും പോണോ? പോകണ്ട. പിന്നെ ഇവിടെ കഴിച്ചു കൊണ്ടുപോകാനാണ്. ഇവിടെ കഴിയാമല്ലേ? ഇവിടെ പ്രാർത്ഥിക്കാം. ഇവിടെ കഴിയാമല്ലേ? ഇവിടെ കഴിയുന്നതന്നെ കുഴപ്പം? ഇവിടെ കഴിയുന്നതിന് എന്നാ കുഴപ്പം? പ്രാർത്ഥന എവിടെയായാലും രാത്രിക്ക് അത്യാവശ്യ കാര്യം. എവിടെയാണെങ്കിലും ചെയ്യില്ല. അത് കുഴപ്പമില്ല. ഇന്ന സമയം വേണമെന്നൊന്നുമില്ല. ഇല്ല. ഇവിടെയൊക്കെ വെള്ളമുണ്ട്. പ്രാർത്ഥനകളെ ടാങ്കെല്ലാം നിറച്ച് വെച്ചിരിക്കുക. അതാ അവരെ വീട്ടിലല്ലേ? പൊക്കത്തിൽ. അത് വീടിൻ്റെ മുകളിലാ. വീടിൻ്റെ മുകളിലല്ലേ? ഈശോ നോക്കിയിരിക്കണോ? ഈശോ അമ്മയ്ക്കിട്ട് നോക്കിയിരിക്കുക. അമ്മ എന്നാ പറഞ്ഞു? അതെ, ഞാൻ കുത്തി എടുത്തിട്ട് വരാം കേട്ടോ. ഓരോ മക്കളുമായിട്ട് അപ്പന്മാരാണാതിരിക്കാൻ അവിടെ. അത് ഇതോ? അത് യൗസേപ്പിതാവും ഈശോയും കൂടെ അല്ലേ? യൗസേപ്പിതാവും ഈശോയും കൂടിയാ. യൗസേപ്പിതാവും ഈശോയും കൂടെ. മകനും. മകനാരാ? പ്രാർത്ഥന ചെയ്തില്ല. ഇതെന്നാ പിന്നെ പരിപാടി? ഒന്നുമില്ല. ഇതൊക്കെയാണോ പരിപാടി? നാല് ഇപ്പം പഠിത്തമുണ്ടോ? ഉണ്ട്. ഇല്ലേ? ഉണ്ട്. ഉണ്ടോ? പള്ളിക്കൂടൊക്കെ അടുത്തില്ലേ? ഇല്ല. ഞാൻ കോളേജല്ലേ. ഇപ്പം കുറച്ച് എത്രയിലാ? ഞാൻ ഡിഗ്രി. 12ലാണോ? ഡിഗ്രി. അപ്പോൾ 10ലാണോ? ഡിഗ്രി. PDC. എന്നാൽ പഠിക്കാൻ ഒത്തിരി ഉണ്ടല്ലോ. സകല അവധിയില്ലൊന്നുമില്ലല്ലേ? ഇല്ല. മഴ പെയ്യുമോ? പെയ്യുമായിരിക്കും. മഴക്കാട് വെക്കണം. ഇവിടെ ഇരിക്കും തന്നെ. ഇരിക്കാം. എല്ലാവരൊക്കെ ഇങ്ങോട്ട് പോയി. എല്ലാത്തിനും തപ്പി നടക്കണം. ഒരു വാഴയല്ലോ മഞ്ഞളിൻ്റെ ഇതെല്ലാം കണ്ടോ? ഇലയും കൊലയും ദിവസം മുഴുവൻ. ഇതാരാമേ? ഇതാരാ ഇത്? അതോ ഒരു മകൻ. ഏതാ? ഏത് മകനത്? വിവാനല്ല. പിന്നെ ആരാ? അവൻ്റെ ഇപ്പോൾ മകന് വരുന്ന ആൽവിൻ. അവൻ്റെ പേര് ഇവൻ്റെ പേര് ആൽമീൻ എന്നല്ല. അത് അറിയത്തില്ല. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ കൂടെ ഒന്നും അവനെ കണ്ടിട്ടില്ല. എനിക്കറിയത്തില്ലായിരുന്നു. അത് ഓർക്കാഞ്ഞിട്ടാ. ഞാൻ ഓർക്കുന്നില്ല. കാണാതെയൊന്നും പോകാനൊന്നുമില്ല. ആണോ? അവന് ഇവിടെ എപ്പോഴും ഇവിടെയുള്ള. ഇവിടെയുള്ളതല്ലേ? പിന്നെ വല്ല ജോലിയുള്ളപ്പോൾ ജോലിക്ക് പോകുന്നു മാത്രം. ആണോ? അവന് ജോലിയുണ്ടോ? പിന്നെ അവർക്ക് വേണം ജോലി. അവൻ്റെ പഠിത്തമൊക്കെ വരുന്ന. അവൻ്റെ പഠിത്തമൊന്നും കഴിഞ്ഞൊന്നുമില്ല. അവർക്ക് പറഞ്ഞു PDC എല്ലാം കഴിഞ്ഞു. PDC കഴിഞ്ഞു. അവൻ ഡിഗ്രിക്ക് പഠിക്കുമോ ഇപ്പം? എന്താ
ഡിഗ്രിക്ക് പഠിക്കുക ജോലിയാണോ ചോദിച്ചേ അവനോട്? എനിക്ക് പഠിക്കണമെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി. മതിയോ? ആ ജോലി കഴിഞ്ഞിട്ട് മതിയോ? ആ ആഹാ. ഓരോന്ന് കുറച്ച് പൂർത്തിയാക്കിയിട്ട് മറ്റേത് അടുത്തത് പഠിക്കാവുള്ളൂ. അല്ലാതെ എല്ലാം ഇച്ചിരി തൊട്ട് പോയാലുണ്ടല്ലോ ഒന്നും ഉണ്ടാക്കില്ല, ഒന്നും നടക്കിയല്ല. ഒന്നും ചുവലാകും പോയി. ആ അടുത്ത് മാങ്ങയൊക്കെ ഉണ്ട്. അവൻ ഡിഗ്രി പഠിക്കുകയാണോ ചോദിച്ചേ? അങ്ങനെ അടുത്ത് മാവേലി മാങ്ങയൊക്കെ ഉണ്ട്. വാ. പിന്നെ അല്ലല്ലോ. എന്നാത്തിന് പോയതാ? ആ കപ്പാടെ കപ്പ ഇത് മഴക്കാറേ ഉണ്ടോ? ആ ഭയങ്കര മഴക്കാറാ. മഴ പെയ്യുമെന്ന് തോന്നുന്നല്ലേ? ഇതുണ്ടോ? ഇത് വാങ്ങിയാവൻ. ഇതുണ്ടോ? സാബുവിൻ്റെ മാവ്, മൂവാണ്ടൻ മാവ്, ഇവിടെ ഒരു പ്ലാവുണ്ട്, അത് അഞ്ചാറിയൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ കൃഷികളൊക്കെ. ഈ മണ്ണിനകത്ത് താഴ്ചയില്ലേ, ഈ മണ്ണായം കുറവാണ്, അതുകൊണ്ടാണ് ഇവിടെ എല്ലാം പ്ലാവറിന് ഉണങ്ങിപ്പോയതാണത്. ആ മൂവാണ്ടനാ. പുളിയും കുറവാ, അവയും എന്തുമില്ല. മഴക്കാറ് പെയ്യാൻ ഉള്ളവർ നമ്മുടെ അവിടുത്തെ നാട്ടുമാവ് എല്ലാം വെച്ച് കൂട്ടുക, പുറത്തിറങ്ങാൻ പറ്റുക. മഴ പെയ്താലേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അമ്മ ഇന്നലെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടിരിക്കുകയാണ്. അതിൻ്റെ അതെന്നാകും പറയും. ഏത്? ഇത് അത് കരിയാപ്പല്ലേ? ഇരിക്കുകയാണോ? കരിയാപ്പല്ലേ? ഇരിങ്ങ അപ്പുറത്ത്. അമ്മ വെച്ച് പിടിപ്പിച്ച കരിയാപ്പല്ലേ? ഇത് കരിയാപ്പ്. അമ്മ വെച്ച് പിടിപ്പിച്ച കരിയാപ്പല്ലേ? അയ്യോ കരിയാപ്പിലേക്ക് ഇങ്ങനെയാണല്ലോ, ഇതിനൊക്കെ മുഴുക്കായിട്ട് പോകും. മഴ പെയ്ത് അല്ല പിന്നെ വെയിലിനല്ലേ എല്ലാം പോയി. എല്ലാം അത് കഴിഞ്ഞ് തളുത്ത് വരുവാ. അത് തന്നെ. തളുത്ത് വരുന്നതാണത്. ഇത് ഏത് മാവാ? പിന്നെ വളവും വെള്ളവും കുറഞ്ഞു പോയി. എന്നാലും ഇത് ആദ്യമായിട്ടുണ്ടാണോ? ആദ്യമായിട്ട് വാങ്ങണ്ടാണോ? ആ അകത്താ കിടക്കുന്നല്ലേ, പുറത്തേക്ക് ഉണ്ടായിട്ടില്ല. രണ്ട് ട്രിപ്പായിട്ട് പോകും. ആണോ? ഇത് മാങ്കോസ്റ്റിൻ നിൽക്കണം, മാങ്കോസ്റ്റിൻ. വീട്ടിൽ നോക്കി എവിടെ നിൽക്കുക. ആരാ? ആ അവിടെ അല്ലേ? ആരാ ജനല അവിടെ നോക്കണേ? പോന്നിട്ട് നമ്മൾ എങ്ങോട്ടാ പോയെന്ന് അറിഞ്ഞില്ല. ഇന്ന് നോക്കിയാൽ വന്ന് പുറത്തറിഞ്ഞ് വെച്ചിട്ടറിഞ്ഞ് നിൽക്കുക അവള്. ആണോ? ആ അപ്പോൾ ആളെയൊക്കെ മനസ്സിലായി. വീനായി അല്ല, ആ അവളാ. ആരാ അത്? ഇവിടെ വേണം രോമോള്. യോമോള്. ആ ഇവിടെയും മാങ്ങ കായ്ച്ചില്ലല്ലോ. ചേട്ടാ ഇതല്ലേ വാങ്ങിക്കണം? ഉണ്ട്. കായ്ച്ച കണ്ടില്ലേ? സാറിനെ കണ്ടുപിടിക്കുന്നുള്ളത് കണ്ടില്ലേ? ഇടയ്ക്ക് കിടക്കാൻ കണ്ടില്ലേ? കിളിച്ചുണ്ടനാണോ? കിളിച്ചുണ്ടനാണോ? കണ്ടിട്ട് അങ്ങനെ തോന്നണ്ടല്ലേ? കണ്ടിട്ട് അങ്ങനെ തോന്നണുണ്ടല്ലേ? ഇത് നല്ലപോലെ മാങ്ങ കായ്ക്കണ്ട, അതുകൊണ്ട് കായ്ച്ചിട്ടുണ്ട്. ആ അത് ചാലേ അയച്ചുള്ളൂ. ഒന്നും രണ്ടും വെക്കുമ്പോൾ ആ ഒന്നും രണ്ടേ ഉള്ളൂ. ഇത് നല്ല പുളിയുള്ളതാ. ആണോ? കിളിച്ചുണ്ടനാണോ അത്? മീൻ കറി വെക്കാൻ നല്ല കിളിച്ചുണ്ടനാണോ അത്? നല്ല പുളിയുണ്ട് പാകത്തിന്. ആ കിളിച്ചുണ്ടനാണോ അത്? ഇട്ടാൽ മതി, ഒത്തിരി ചേർക്കും വേണ്ട. കിളിച്ചുണ്ടനാണോ അത്? പിന്നെ മോളെ വാഴയല്ല ഒടിഞ്ഞു പോയോ? ആ വാഴയെല്ലാം ഒടിഞ്ഞു പോയി. ഇന്നലായിപ്പോഴായിരിക്കും. കപ്പയും ചേന നട്ടുകൊണ്ടിരിക്കുന്നു. അത് ചെടിയാ സാവ്. ഇതെന്ത്? അതൊരു ടൈപ്പ് ചെടിയാ. നടിയിലോ? അടിയിലോ? അടീനിയും. ആ അടീനിയും അതീനിയും അല്ലേ? ഞങ്ങളല്ലേ ഏതാ? പപ്പ പണിക്ക് പോയിരിക്കുവാണ്. ആ ഇവിടുത്തെ പപ്പാണ്ട് പണിതുകൊണ്ടിരിക്കുമായിരുന്നു. പപ്പ ഞായറാഴ്ച ആക്കെ പരിശോധിച്ച് നോക്കും, അവിടെയൊക്കെ വല്ലതും കുറിച്ച് വെച്ചിട്ട് ആ പാക്ക അവിടെ സെർച്ചിങ് ആണ്. തിന്നാൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും ചെന്ന് നോക്കും. നല്ല ജീവികൾ ചത്തു പോയിട്ടുണ്ടെങ്കിൽ അതുങ്ങളെ കൊണ്ട് കുഴിച്ചടിയല്ലേ, അതിനായി നോക്കി നടക്കണം. നോക്കി അതുങ്ങളുടെ തീറ്റ ധരിക്കുക, അതുങ്ങൾ നടന്നു വരും. അതെ. നമ്മുടെ കാലിത്തീറ്റയെല്ലാം വന്ന് തിന്നുന്ന അമ്മമാര് കൂടി ഉണ്ടാക്കിയത്. മഴക്കാറോട്ടം ആ കാറുണ്ട്. ഇത് കഴിഞ്ഞ് കണ്ടപാട് പെയ്യുന്നുണ്ട്. കിഴക്കൻ അങ്ങോട്ട് മഴ പെയ്യുന്നു, ഇടി കൊടുക്കുന്ന കേൾക്കുന്നില്ലേ? അതിങ്ങനെ ആനയല്ലേ? ആ ആഞ്ഞിലിയ. കുളത്തിൽ നിൽക്കുന്ന ആഞ്ഞിലിയ. ആ കുളത്തിൽ നിൽക്കുന്ന കുളത്തിൽ. അതൊന്നും തടി വെച്ചില്ലല്ലോ. ആ നല്ല ആകാശം പൊട്ടി ഒക്കെ വെച്ച്. ഒക്കെ വെച്ച്. അപ്പം അതിന് തടി ഇതായില്ല. അടിയില്ല. തടി കുറവാ. ഒരെണ്ണമുണ്ട്, അത് വളഞ്ഞു കുട്ടിയാണ്.
അങ്ങനെ കുളത്തിൽ വെച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാനിങ്ങനെയല്ല മുളക് ഇത് ഓ അത് അത് തേക്ക് തേക്ക് തേക്കല്ലല്ലോ പൂരിച്ചോ കേക്കോ തേക്ക് തേക്ക് തേക്കാണോ അത് പൂരിച്ചോ അത് ആ മണിപ്ലാന്റ് കയറി പോയേക്കണേ ആ മണിപ്ലാന്റ് പൂരിച്ചല്ലേ ഇത് അല്ല പൂരിച്ച പോലെയുള്ളു ഒരു മരം കൊടുക്കും ആ അതാണോ വലിയ ഇലയല്ല ആ ഹാ 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 വളം ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഓരോ കൊമ്പും ഓരോ ഇലയും ഭയങ്കര വീതി ഉണ്ടാവും. ഏതിൻ്റെയാ ഇപ്പം അങ്ങനെ ഇല്ല. എന്നാത്തിൻ്റെയാ ഈ മഴ പെയ്യുമ്പോൾ പോകാം കഴിക്കാം. ആ വരട്ടെ ചാറി പെയ്യും. ചാരിപ്പയും ഇത് കണ്ട ചേട്ടായുടെ കൃഷികളൊക്കെയാണ് മുളക് ഇതിൻ്റെ പേരെന്നാടാ പുതിന ആ പുതിന പുതിനയില്ല മുളക് മഞ്ഞള ഇഞ്ചിയൊക്കെ ഇതിനകത്ത് ഇപ്പുണ്ട് മുളക് ഇതൊക്കെ ഞങ്ങളും പണ്ട് ബാഗ് കൃഷി ഉണ്ടായിരുന്നതാണ് ചീനി ഇടക്കാലം കൊണ്ട് പിന്നെ അതൊക്കെ നിർത്തിക്കളഞ്ഞ നോക്കാനുള്ള സമയത്തിൻ്റെ വിഷയങ്ങൾക്കുണ്ട് ചീനിയാണ് നന്നായിട്ട് ബാഗിൽ പിടിക്കുന്നത് പിന്നെയുള്ള തക്കാളിയൊക്കെ അതായിട്ട് പിടിച്ച് കാണുന്നുണ്ട് ഇത്രയും തക്കാളിയൊന്നും ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല ഭയങ്കര തണുപ്പ് കാറ്റാവും കേട്ടോ. മഴ പെയ്യാനുള്ള കൊടുക്കാം. ഇങ്ങനെ ബാക്കി കൃഷികൾ പരിപാടികളൊക്കെ പുള്ളിയോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാഗിനകത്ത് കുറേ നാര കോയതാണ്ടൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് മാവ് ഇവിടെ മുന്തിരി വെള്ളി കയറി വരുന്നുണ്ട് പിന്നെ കോവയ്ക്ക ചെറിയ കോവയ്ക്ക ഉണ്ടായി വരുന്നുണ്ട് കോവൽ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെ കോവയ്ക്ക ആദ്യഘട്ടത്തിൽ പിടിച്ചു പിന്നെ പിടിച്ചില്ല ഇത് അമ്മ നട്ടുപിടിപ്പിച്ച കരിയാപ്പാണ് കേട്ടോ ഇവിടെ പെര പണിയുന്നതിന് തുടങ്ങിയ സമയത്ത് അമ്മ നട്ടുപിടിപ്പിച്ച കരിയാപ്പാണിത് തക്കാളിച്ചം പഴുത്ത് വരുന്നുണ്ട് കാക്കളെല്ലാം വന്നവിടെ ഇരിക്കുന്നു ഏരാ അതിന് വാഴ ഒടിഞ്ഞു പോയോ? ആ വാഴ ഒടിഞ്ഞ് പെടന്ന് പോയി കൊലച്ചത് ഉണ്ടായിരുന്നു പാളയം കൂടെ പൊഴിയുന്നതിന് പോയല്ലോ. അതെ ആ പെട്ടെന്ന് പോയി ചക്കയൊക്കെ അവിടെ മുറിച്ച് വെച്ചങ്ങനെ ഇങ്ങനെ വെച്ച് ചക്ക അതോ കേടായി. അത് ഒരെണ്ണം പഴുത്തോണ്ടിരിക്കുന്ന അതൊക്കെ വേവിക്കാൻ നേരിട്ട് കുറിച്ചാൽ പോരെ മോളെ. മോശമായി പോവും. വേവിക്കാനായിട്ട് പൊരിച്ചാ നീ അല്ലേ രുചിയില്ല ഇതിൻ്റെ സ്വഭാവ വ്യത്യാസം. പോകാം വാ കയറിപ്പോ മറിച്ചോടെ എടുക്കാം. മൈക്കുള്ള ഒരുക്കാം നമുക്ക് തരാം. അതെ അതൊക്കെ എടുത്ത് പൊതിച്ച് വെച്ച് കഴിയും. അവർക്കെല്ലാം പോയോ പോക്കായല്ലോ. ഒയ്യോ വിറക് കാക്ക വിറക് പിടിച്ചിട്ട് ഈ വാഴക്കൊല ഒന്ന് കെട്ടി നിർത്തോ. ആ ഈ വാഴക്കൊല അല്ലേ ശരിയാ ഇത് ചാഞ്ഞു വരുവാണല്ലോ വീടിൻ്റെ മുകളിലോട്ട് ശരിയാണല്ലോ ചാഞ്ഞു വരുവാണല്ലോ നമ്മുടെ മുരിങ്ങക്കോലാണോ നമ്മുടെ ആ അതേപോലത്തെ മുരിങ്ങ കണ്ടില്ലല്ലേ ലാസ്റ്റ് ഉണ്ടായ രണ്ടെണ്ണം മുളകും ഇവിടുത്തെ മുളകും മുരിങ്ങക്കോയും തക്കാളിക്കായോ എന്നാമേ മുറിച്ച് വെച്ചേക്കോ. ഇറങ്ങി തീരുമാനം കുഴപ്പമില്ല. നഷ്ടപ്പെട്ടു പോയി. ചേച്ചി അപ്പോൾ ഓഫ് എടുത്തോ അതോ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടോ ഇന്നലെ നെറ്റ് കഴിഞ്ഞ് ഇറങ്ങി വന്നതാണ് അത് കഴിഞ്ഞപ്പോഴാണോ ഇറങ്ങി അതിന് മുന്നേ പോയി ആണോ ഇന്നലെയൊന്നും ഇല്ലായിരുന്നു ഒട്ടും. ആ എനിക്ക് അത്രയും കുറവ് വന്നിട്ടില്ല ഒരുമാതിരി ഇപ്പൊ എല്ലായിടത്തും ആ അതുകൊണ്ടുണ്ട് എനിക്ക് ആ അന്നത്തെ പണിയെല്ലാം കൂടെ കൂടി ചെയ്ത് പറ്റിയത് പനി ഇന്നലത്തെ പണിയെല്ലാം കൂടെ കൂടി ചെയ്തപ്പോഴത്തേനും തലനീര് ഇറങ്ങിയതാണ് എഞ്ചിലല്ലേ പോയി എഞ്ചലിനെ കണ്ടില്ലല്ലോ എഞ്ചലിനെ ഒന്ന് എഞ്ചലേ എനിക്കൊന്നും മനസ്സിലായി. എഞ്ചിലേ നീ എപ്പം വീട്ടിലോട്ട് പോകും? വീട്ടിലോട്ടപ്പം പോയേക്കാം ഉടനെ പോകാമോ? ആ പോയേക്കാം ഇന്നത്തെ ഇടിക്കും മഴയ്ക്ക് കിട്ടും മുമ്പ് എപ്പോഴാണ് ആർക്കറിയാം ഉണ്ടാവും. ആ ഇടിയും മഴയൊക്കെ ഉണ്ടാവും അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ നമുക്ക് പോകണ്ടേ ആകാശം മുഴുവൻ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ആ അതെല്ലാം തൂങ്ങി കിടക്കും എന്നാ പൊക്കത്തിൽ. അതും അവിടെ ഷെയ്ഡ് ഇട്ടിരിക്കുന്ന ഷെയ്ഡ് ഏ? മുകളിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന വെള്ളം വിടാതിരിക്കാൻ വേണ്ടി എന്നതാ? വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയേ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ, വെള്ളം വീഴാതിരിക്കുക. ആ അതിനുവേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അവിടെ ഏതാണ്ടെല്ലാം ഒത്തിരി സാധനം കുറിച്ച് വെച്ചിട്ടുണ്ട്. ആ ഉണ്ട് കായ ഉണ്ടാകുന്നതാണോ? ആ നാരകമൊക്കെയാ
നാരകം മാവ് പേര നാരകം മാവ് പേര ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാ. 4 പേര്. നാരകം മാവ് പേര. ഇത് എന്നാ കഴിച്ചു. ഏതുണ്ടോ എടുത്തോളൂ. തിന്നോ ഇത് വേണ്ട മോളെ. തിന്നോ. ഒരെണ്ണം മതി. ഇത് ഇഷ്ടമില്ലാത്ത ഇത് എടുത്തോണ്ട് പോകും. ആ കഴിച്ചോ കഴിച്ചോ എനിക്കിനി വേണ്ട. കഴിച്ചോ. എല്ലാം ചെയ്തിട്ടില്ല. അതിന് ആ വെളുത്ത് കാണുന്ന നമ്മുടെ വഴിയില വെള്ളയല്ല വെള്ളക്കളർ മൊസാണ്ട മൊസാണ്ട ചെടിയാ ഇല്ലേ? മൊസാണ്ട ചെടി. മസാല മുറ്റം തേക്കല്ല. പെട്ടെന്ന് പോവും. വെള്ളയുണ്ട് ചുമലയുണ്ട് അല്ലേ? സമയ പക്ഷെ ഇപ്പൊ വെയിലായാലും വെള്ളമില്ലാത്ത ആ അമ്മ തിന്നോ. കഴിച്ചോ. പിന്നെ നേരെ കടത്ത് കാണണമില്ല. അകത്തൊന്നിക്കാണ്ട് വീടല്ലേ. ആ അങ്ങ് അങ്ങനെ കാണുന്നത്. അതെ ചോണ്ടി കളിക്കാൻ പാടാം. സാരമില്ല. കളിക്കുമ്പം പേടിയായി. മോണക്കെല്ലാം മോണക്കെല്ലാം ഈ പല്ലിൻ്റെ മോണം ഉള്ള എല്ലാം കേടാ. ഇല്ല അതുകൊണ്ട് ഒരു സാധനം രൂപ വെച്ച് ചവയ്ക്കത്തില്ല. ഇച്ചിരി നേരം ഇട്ടുകൊണ്ട് ചവച്ച് കഴിഞ്ഞാൽ ഉടനെ പിന്നെ അനക്കത്തില്ല. പക്ഷെ അമ്മ എല്ലാം കടിച്ചു പിടിച്ച് തിന്നുകയും ചെയ്യും. കഴിഞ്ഞാൽ പിന്നെ തീറ്റ ഉണ്ടായി. നമ്മുടെ പല്ല് കടിച്ചു പൊട്ടിക്കാൻ പറ്റാതെ കടിച്ചു പിടിച്ച് തിന്നുകയും ചെയ്യും അല്ലേ? എനിക്ക് മതി. തിന്ന് അത് നേരിടുന്നോ മതി. ഒത്തിരി തിന്നാൻ നേരം നാളെ നാട് നോക്കണം. ഇല്ല ഇത് കൊന്തയാ കൊന്ത. എത്ര മുന്നേ മല ഇത് കൊന്ത കൊന്ത നമ്മളെ മാറി കേട്ടോ മാറി. ഇല്ല ഇത് തന്നെയായിരുന്നു. പിന്നെ ഇപ്പം ഇത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത് മൊത്തം നേരത്തെ ഇത് അത് അറിഞ്ഞ് മേടിച്ചതാ. എപ്പോഴും ഇടാൻ വേണ്ടി എപ്പോഴും ഇടാനുള്ള സൗകര്യത്തിന്. അന്ന് മാറിയിട്ടില്ല. അന്ന് മാറിയില്ല. അന്ന് ചേട്ടായി എടുത്തപ്പോഴേ പറഞ്ഞു മാറിന് വേണ്ട. സൗകര്യാർത്ഥം ഇതാണ് നല്ലത്. അത് കറക്റ്റായി. ചവിട്ടുകാരുടെ വീടല്ലേ ഇരുന്നിട്ട്. ആ ചരിത്രക്കാരെ വിടാ. കുട്ടിപ്പെണ്ണെ മോളെ എനിക്ക് വേണം. വേണ്ട വേണ്ട. കുട്ടിപ്പെണ്ണിൻ്റെ അടുത്തൊന്ന് പോണോ? കുട്ടിപ്പെണ്ണിൻ്റെ അടുത്തൊന്ന് പോണോന്ന്. കുട്ടിപ്പെണ്ണിൻ്റെ അടുത്തേ പോണോന്ന്. ഇതോടോ കുട്ടിപ്പെണ്ണിൻ്റെ അടുത്തേ കുട്ടിപ്പെണ്ണിൻ്റെ അടുത്ത് പോണോന്ന്. ചരിത്രത്തിലെ കുഞ്ഞമ്മയുടെ അടുത്ത് പോണമെന്നോ? അല്ലെങ്കിൽ പോയി കളഞ്ഞു പോയിക്കണേ. ആ എന്നോട് മക്കളാണോ പറഞ്ഞേ? അമ്മയ്ക്ക് പോകണ്ടേ? ഈ രാത്രിക്ക് പകരങ്ങനാണ് പിന്നെ ഒന്ന് പോയിട്ട് വീടോട്ട് എന്നിട്ട് ഞാൻ പോകേണ്ട ആവശ്യമില്ലേ? കണ്ടിട്ട് ഒത്തിരി നാളായി. ആ അതല്ലേ ചോദിച്ചു പറഞ്ഞേ. പുറത്തിറങ്ങി ചെന്നു ഇത് നേരത്തെ കുഞ്ഞമ്മ ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. കുഞ്ഞമ്മ ഇങ്ങനെ വന്നോണ്ടിരുന്നേ. ആ കുഞ്ഞമ്മ വന്നോണ്ടേ അമ്മ അങ്ങ് പോയില്ലായിരുന്നല്ലോ അങ്ങനെ വല്ലപ്പോഴും. മൂവാണ്ടമ്മ വേണം. ആ അതെ അത് ഒന്ന് പോലും അത് മൂവാട്ടമാണോന്ന് അറിയത്തില്ല. അത് കായില്ല. അത് കായ്ച്ചിട്ടില്ല. അത് കായ്ച്ചിട്ടില്ല. പുതിയ മാങ്ങയാ. ആണോ? വണ്ടി ലോറി നാളത്ത് താഴെ വെക്കും. ഇവിടെ പിന്നെ അല്ലേ അയലോക്കോ? ഇവിടെ മൊത്തം അയലോക്കല്ലേ? ഇവിടെ മൊത്തം അയലോക്കല്ലേ? ഒത്തിരി അയലോക്കം ഇല്ലാതിരിക്കട്ടെ. അതിനാ എല്ലാവരും നല്ലതാണ്. എന്നാ തൊട്ടാലും ഇങ്ങോട്ട് നോക്കിയാലും എല്ലാം കേസാണ്. ആ കേസാണോ? ഒന്നോ രണ്ടോ കുട്ടികളൊക്കെയാണ് പിന്നെ വലിയ കുഴപ്പം കൂടാനും പോയാ മതി അത് ഉണക്കക്കപ്പയല്ലേ. ഉണക്കക്കപ്പയാണോ ഇതോ? ഉണക്കക്കപ്പയുടെ രുചിയാണ് ഇതിൻ്റെ. ഉണക്കക്കപ്പയാണ് ഇങ്ങനെ കടിച്ചിരുന്നേ. കിടക്കാൻ സൗകര്യമില്ലല്ലോ. കിടക്കണോ? കിടക്കാം. എവിടെയാണോ അവിടെ
മുടിയുണ്ട്. എന്നാ ഒരു മഴയും മഴ. പിടിച്ചോ. നെഞ്ചു പൂളില്ലല്ലേ ഉം? ഉപ്പ് ആ കുഴപ്പമില്ല ഇത്. അമ്മയും പപ്പായും ഇല്ലേ? അമ്മയാണിത്. അല്ല അവരൊക്കെ ഇല്ലേ? ഇതമ്മ. അമ്മയൊക്കെ മറ്റേ പപ്പായൊക്കെ ഉണ്ട്. എന്റെയാ. ഏ? അവര് വീട്ടിലാ. വീട്ടിലാണ്. ഉം. വീട് അവിടെയാണ്. അർത്തുങ്കൽ. ഏ? അവരർത്തുങ്കലാ. ആണോ? ഉം. ആ. ആ, ഇവിടുത്തെ അമ്മ ഇതാ. ഇവിടുത്തെ അമ്മ ഇതാ. അവരെല്ലാം അപ്പങ്ങളാണ്. എന്റെ അമ്മ അവരുടെ വീട് അർത്തുങ്കലല്ലേ. അപ്പൊ അവര് അർത്തുങ്കലല്ലേ താമസിക്കണ്ടേ. വീട്ടില് എൻ്റെ വീടല്ലേ. അപ്പം അതിനകത്ത് ഒത്തിരി പേര് നടക്കണം, താമസിക്കാവോ, സൗകര്യമുണ്ട്. അവിടുത്തെ കുഴപ്പമൊന്നുമില്ലല്ലേ. ശരീരസുഖം ഇതുപോലെ കുഴപ്പങ്ങളേ ഉള്ളൂ. ഇതുപോലത്തെ കുഴപ്പങ്ങളേ ഉള്ളൂ. അമ്മയ്ക്ക് കുഴപ്പമില്ല. തൊടുമ്പം പനിയും ഇല്ലാത്തതൊന്നും അസുഖങ്ങളൊന്നും ഇല്ല സ്ഥലത്ത്. അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും ലസിറ്റിയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇതുകൊണ്ട് മാറ്റമുണ്ട്. മതി മഴങ്ങി മതി കഴിക്കുന്നില്ല. ഇന്നലെ കഞ്ഞിയൊന്നും കുടിക്കാതെ പേടിപ്പിച്ചായിരുന്നു. ഇന്നലെ ഇന്നലെ കഞ്ഞിയൊന്നും കുടിക്കാതെ തന്നെ പേടിപ്പിച്ചത്. ഇന്നലെ കഞ്ഞിയൊന്നും കുടിക്കാതെ പേടിപ്പിച്ചതിനാ അമ്മ. ഭയങ്കര വേണ്ട ഒരു കുറിച്ചിൻ്റെ ഒരു പ്രശ്നമില്ല. മതി മോളെ, എനിക്ക് മതി. ഇത് ഇങ്ങനെ എത്തിക്കണമെങ്കിൽ ഇടണം. തിന്നാൽ വിശപ്പ് തീരെ പറയാം. പെട്ടെന്ന് വിശപ്പുണ്ടായി. ഉടുപ്പിട്ട് കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. നമ്മൾ ഉടുപ്പിട്ട് ചിങ്ങോണ്ടെന്ന് വിചാരിച്ചിരുന്നു. ഇല്ലാതെ പോയി അല്ലേ? ഇവിടെ അയലോക്കം തീരെ കുറവായല്ലേ. വലിയമ്മ ഏ? അപ്പച്ചനും കുഞ്ഞയ്പ്പ അപ്പച്ചനും ആരാടി? കുഞ്ഞയ്പ്പ് വലിയമ്മ. എവിടുത്തെ കുഞ്ഞയ്പ്പ് വലിയമ്മ. ഇന്നേപ്പോ കയറ്റെങ്കിലോ? ഇവിടെ കയറ്റെങ്കിലാ? ആ അവരിവിടെയാണ് താമസിക്കുന്നത്. മക്കളും പിന്നെ എത്ര പിള്ളേരുണ്ടാവും? 3 പെൺപിള്ളേര്. ആണോ? ഞാനൊന്നുമില്ല. അങ്ങനെയായിരിക്കും. അങ്ങനെ മതി. 2 സ്ഥലത്തും പെണ്ണുങ്ങൾ ആണുങ്ങളുണ്ടല്ലോ. വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണം. ഓ എനിക്ക് വേണമെന്നില്ല. ആൾക്ക് പറ്റാൻ വെയിലൊന്നും ഇല്ലെന്നേ. പോയാലോ? പോയാലോ? പോകാം ആ പോകാം. ആ അതെവിടെ കിടക്കുവാണോ? അതെവിടെ കിടക്കുവാണോ? ചേച്ചിക്ക് വിലൊക്കെ ചെയ്ത് കൊടുക്കാൻ. ആർക്കാ? ചേച്ചിക്ക് തൊണ്ടടപ്പൊക്കെ ആയിട്ടിരിക്കുവന്ന്. മേലെ ആ എന്നാ പറ്റേ? ആ ചോദില് എന്നാ പറ്റിയെന്ന് ചോദിക്കാൻ. എന്നാ പറ്റിയെന്ന് ചോദിക്കാൻ, ഇവിടെ ചോദിക്കാൻ. അവൾക്ക് മേലെ ആ മേലെങ്കിൽ വെച്ച് മേലെ മരുന്നൊക്കെ മേടിച്ച് കൊടുക്കണം. ആ വീട്ടിൽ ഇവിടുത്തെ പണിയൊക്കെ ചെയ്യണ്ടേ? അടുക്കളയിലെ പണിയൊക്കെ. പിള്ളേരെ സ്കൂളിൽ വിടണം, അവൻ ജോലിക്ക് പോകണം. അത് കുറേശ്ശെ കഴിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കണം, വരണം. നടന്നുള്ള ജോലി ആകുമ്പോൾ കുറച്ച് ദിവസമാകുമ്പോൾ വിഷമം. ഓരെങ്കിൽ ഒരു സ്ഥലത്തല്ലല്ലോ. ഒരു സ്ഥലത്ത് നിന്ന് ഇരുന്നൊക്കെയാണെങ്കിൽ നമുക്ക് ഇത്ര ചെയ്യണമില്ല. ഇത് പുറത്തോട്ടാണെങ്കിൽ കഴിഞ്ഞാൽ ഒട്ടത്തിലൂടെ നിൽക്കണം. അവിടെയല്ലേ കുഴപ്പം. ഇന്നത്തെ ടാർഗറ്റ് കഴിയാൻ സാധ്യത. കപ്പയുടെ ഉടലെടുത്ത് കപ്പയുടെ ഉടലെടുത്ത് തീർക്കണമായിരിക്കും. ഉദ്ദേശിച്ച് എത്ര കളവാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയും. പോരുന്നുണ്ടോ? അങ്ങ് പോരുന്നുണ്ടോ? അങ്ങോട്ട് പോരുന്നുണ്ടോ? ഇങ്ങോട്ടോ? വീട്ടിലോട്ട്? വീട്ടിലോട്ടോ? ആ പോവാം. ആ എന്നാ പോയാലോ? ഇങ്ങോട്ട് പോകാം. പിന്നെ അങ്ങോട്ടാ പോകണം. ആ അല്ല, ഇനി ഇവിടെ നിൽക്കുവാണെന്ന് അറിയാൻ ചോദിച്ചേ. പിന്നെ ഇനി വീട്ടിലോട്ട് ഇരുന്നിട്ട് അങ്ങ് എന്നിട്ട് പിന്നെ ഉടനെ അങ്ങ് പോകണം. എങ്ങോട്ട്? എവിടെയാ? എങ്ങോട്ട് പോകണം? എവിടെ പോകാനാ? വീട്ടില്ല ചാത്തൻ തന്നെയായിരുന്നു.
എല്ലാവരും ജോലിക്ക് അമ്മയും മക്കളും ഒക്കെ പുറത്ത് ജോലിക്കായപ്പോൾ വീട്ടിലാരുമില്ല. അതാണ് ഭയങ്കര പാടം. രാത്രി അത് കാരണം കഞ്ഞിയും പറ്റിയൊക്കെ സമയത്ത് കൊടുക്കാൻ ആളില്ല. ഏത് ചാച്ചനാ? ഏത് ചാച്ചന് കൊടുക്കാനാ? ഏത് ചാച്ചനാന്ന്? ശരിയന്നെ. ഏത് ചാച്ചനാന്ന്? അതിനാ പറഞ്ഞ എനിക്ക് മനസ്സില്ല. ഏത് ചാച്ചനാണ്? ഏത് ചാച്ചനാണ്? അവിടെയുള്ള കാരണവർ. പേരെന്നാ? വീട്ടിലുള്ള കാരണവർ. വീട്ടിലുള്ള കാരണവരെ പേരെന്നാ? പേരെന്നാ പേര്? പേരോ? ആ ലീലാമ്മയ്ക്കാണ് അവിടുത്തെ ചാച്ചൻ്റെ പേരറിയാന്നേ. ലീലാമ്മ അവിടുത്തെ ചാച്ചനൊന്നും കണ്ടിട്ടില്ല, ചാച്ചന്മാരെയൊന്നും കണ്ടിട്ടില്ല. ചാച്ചന്മാരെയൊന്നും ലീലാമ്മ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ലീലാമ്മ പേരറിയുന്നേ? ആ എനിക്കറിയത്തില്ല, അമ്മയല്ലേ പറഞ്ഞേ. ഇവിടെ അവരുടെ കാരണവന്മാരെവിടെയാണ്? കാരണവന്മാർ കുടുംബത്തല്ലേ? എവിടെയാ? കുടുംബത്ത് കുതിരക്കട്ടെ. അവിടെ വീണം തറവാടല്ലേ? തറവാട്ടില് മക്കളുണ്ട്. ആ മക്കൾക്ക് അവിടെയാണ്. മക്കളെല്ലാം അതല്ലേ എളുപ്പം. പിന്നെ ഭയങ്കര ഇരുട്ടല്ലേ. ഇനി മഴ പെയ്യാനാണോ ആർക്കെ? കൊണ്ടാ വരും. എന്നെ കഴിഞ്ഞിട്ട് വീഴാൻ പൊട്ടുണ്ട്. കൊമ്പിട്ടുണ്ട്. പൊക്കവും താത്തുകയും ചെയ്യാം. കാറ്റാ? കാറ്റോണ്ടിരിക്കാതെ കാറ്റടിക്കുന്ന അവിടെ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുക്കണം. ആടിലൊക്കെ കൊടുക്കാനായിരിക്കും. കന്നായിരിക്കും. ആരാ? കാറ്റ് ഒക്കെ കൊമ്പ് പിടിക്കണം. വെട്ടിയെടുക്കുകയൊക്കെ. കാറ്റായിരിക്കും. കാറ്റായിരിക്കും. ആ കൊമ്പ് വരെയൊന്ന് അമ്മയ്ക്ക് ഇവിടുന്ന് അത്രയും കാണാൻ എനിക്ക് കൊത്തനല്ല. ചാക്കോച്ചന്റെ അല്ല. ചാക്കോച്ചന്റെ അല്ലത്. ചാക്കോച്ച അല്ല. അല്ലെന്നെ അതിലേ കൊണ്ടു പറ്റിയായിരുന്നു. അതിന് പ്രായമില്ലേ? ഇനി മക്കളും മക്കളുടെ മക്കളും ഓരോന്നും ചെയ്യണം. ചാളയ്ക്ക് നടക്കാവോ? നടക്കില്ല. ഇല്ല. ഭക്ഷണം കഴിക്കോ? ഇപ്പോൾ പള്ളിയിലൊന്നും പോകത്തില്ല. പള്ളിയിലാണ് ഇപ്പം. ആണ്. പള്ളിയിലാണ്. പ്രായമായിട്ടും ആവും തോറും ഒന്നും ഉദ്ദേശിക്കുന്ന നടക്കുകയല്ല. വീട്ടിലാണേലും ജോലിയൊന്നും എടുക്കാനും പറ്റിയല്ലോ. വലിയ പാടം. അതിനായിട്ട് പ്രത്യേക ആൾ വേണം. ഞാൻ എങ്ങനെയാ പോവല്ലേ? പോയേക്കാം. പോവാം. എപ്പോൾ എടുക്കണം? ഞാൻ കാണിച്ചു എനിക്ക് പറഞ്ഞാൽ നടക്കത്തില്ല. കാര്യം ഭയങ്കര കുഴച്ചില്ല. പിന്നെ വല്ലത്തെ മേലാ കിടപ്പിലായി ആരാ നോക്കണം? ആരും നോക്കാനില്ലല്ലേ? പെട്ടെന്ന് മേലാതെയാവും. അതൊരു കുഴപ്പം. ജോമോള് നോക്കുന്നുണ്ടല്ലോ. ജോമോള് നോക്കുന്നുണ്ടല്ലോ. അവള് നോക്കും. അത് കന്നുകാലിയായി ആടായി കുടുംബത്തെ എടുത്തത് ജോലിയില്ലേ? ഇതെല്ലാം അവളെല്ലാം ഉള്ളോ? വേറെ ആണെങ്കിലും സഹായിക്കാനുണ്ടോ? അമ്മ സഹായിച്ചാൽ മതി. എനിക്കാണ് മേലാത്തതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നുള്ളൂ. അവനോട് പറഞ്ഞാ പോവാന്ന്. കളയ്ക്കാണ്. കപ്പ നട്ടോണ്ടിരിക്കുക. തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടോ പുള്ളി അവിടെ നിന്ന് കപ്പ നട്ടോണ്ടിരിക്കുക. പോവാന്ന് പറഞ്ഞാ? ഇല്ലെല്ലാം ചെത്തി മാറ്റുക. പോവാന്ന് പറഞ്ഞാ? ഭയങ്കര മഴക്കാലം. വേണ്ട, അവനവിടെ നോക്കണുണ്ട്. കണ്ടാ ഇനിയിപ്പോൾ തോന്നുന്നു വരാം. ഇതൊക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ഈശായ മഴ പെയ്യാവോ? ഇതെന്നാ മോളെ? ഇത് കരിയാപ്പ്. കരിയാപ്പ്. കണ്ടോ? എന്നുണ്ട് നിങ്ങളെ കണ്ടോട്ടെ. അതെ. ഉള്ളി. ആരാ? അതാരാ? അതാരാ വരുന്നേ? ആര്? ഒരറിയാലോ? ഞാൻ അറിയല. ആരാത്? ആരാ? അറിയാലോ? ഞാനറിയാം. എന്നാ എന്ന് പറഞ്ഞേ.
ആരാന്നെന്ന് പറഞ്ഞേ? ഞാനറിഞ്ഞാൽ മതിയല്ലേ? അങ്ങനെയൊക്കെ വെക്കണം, എന്നാലും എനിക്ക് കാണാറിട്ട്. ഇങ്ങനെ വെച്ചാ മഴ പെയ്യുന്നുണ്ട് അതാ. ഈ അടുത്ത മഴ വരുക പോകാം. ആ എന്നാ മഴ വിശേഷം? ഒന്നുമില്ലേ? മഴയൊക്കെ പെയ്തില്ലേ? വെള്ളമൊക്കെ ഉണ്ടല്ലോ അല്ലേ? വെള്ളം ഇപ്പം മഴ പെയ്തുകൊണ്ട് നല്ല വെള്ളമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വെള്ളത്തിൽ കപ്പയൊക്കെ ഉണങ്ങിയോ? കപ്പ ഇനി നട്ടു ഉണങ്ങി ഇനി നടാറായില്ലേ? പുതിയ കപ്പ നടാനേ. കപ്പ നടാനേ. നടാറായി. അല്ലല്ലേ, നേരത്തെ ഇല്ല, ഉണക്കക്കപ്പ ഇല്ലേ? ഉണ്ട്. അത് ഇച്ചിരി ഉണ്ട്. അത് കുറച്ചേ ഉള്ളത്. അത് പിന്നെ കുറച്ചേ കാണുള്ളൂ. ഒരുപാടുണ്ടോ ഉണങ്ങാൻ? എനിക്ക് ഒരു മാവല്ല നിൽക്കാൻ. എൻ്റെ അപ്പറേ പ്ലാവ് അതൊക്കെ അവരുടെ അല്ലേ? അല്ലല്ല, അവിടെ താമസിക്കുന്നത് നമ്മുടെ ആണോ? ആ പ്ലാവൊക്കെയോ? ആ സ്ഥലം ഇവിടുത്തെയാണോ? ഇവിടെ ഈ ചക്ക മുറിച്ച് വെച്ചാൽ നേരത്തെയും ചോദിച്ചു അവിടെ എന്നാ ചക്ക മുറിച്ച് വെച്ചേക്കുന്നത്. ആരാ മുറിച്ച്? നമ്മളുണ്ടാക്കാൻ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കുമ്പോൾ എന്നിട്ട് ഉണ്ടാക്കിയോ? ഉണ്ടാക്കാൻ പോവാ. ഉണ്ടാക്കാൻ പോവാ. ആണോ? അമ്മയുടെ ചെന്നിട്ട് വേണം ഉണ്ടാക്കാൻ. തുള്ളി വീഴുന്നുണ്ട്. ആ നമുക്ക് പോകാം. എന്നാ പോവാന്ന് പറഞ്ഞേര്. പോയി അത് വെള്ളം കോരി കോരി പറ്റിയതാ. നല്ല സാധനമാകും. അതിനകത്ത് കോരി ഇങ്ങനെ വിട്ടോണ്ട് വന്നതാ അല്ലേ? നല്ലൊരു മൂത്ത അത് മൂത്തിൻ്റെ അത് ഇച്ചിരി മൂപ്പുറവാന്നേ. അത് ചുമ്മാ വെറുതെ വലിച്ചു പഠിച്ചാ നമുക്ക് ആവശ്യമില്ലാതെ. അതേ അത് പതുക്കെ പഠിച്ചാൽ മതിയായിരുന്നു. സാധാരണ ഒന്ന് കുഴുങ്ങാൻ അത്രയും ആവശ്യം. അത്രേ ഉള്ളൂ. എവിടെ പോയതാ? എവിടെ പോയതാ? ഞാനിവിടെ പോയി. അവിടെ ആരാ ഉള്ളേ? ഇവിടെ അവരൊക്കെ ഉണ്ട്. ആരൊക്കെ? എല്ലാവരും. ആരൊക്കെയാന്ന് പറയാന്? അമ്മയും അമ്മ, അപ്പനും ചേട്ടനും അനിയന്മാരും ഉണ്ടല്ലേ? പിന്നെ ഇത് ആരുടെ വീടാ? ആരുടെ വീടായിരുന്നു? അത് കൊടുത്ത അവൻ്റെ എവിടുത്തെ? അനിയൻ ഇവൻ്റെ അനിയനല്ലേ അത്? അനിയനായോ? അവൻ്റെ വീട്. ചേട്ടനല്ലേ? ചേർത്താണോ? ആ ആയിരിക്കും. അതെ, ചേട്ടനാ. ചേട്ടനാ? എപ്പോഴാണ് വീട്ടിലേക്ക് പോകണേ? ഏത് വീട്ടിലോട്ടാ? ഇനി ഏത് വീട്ടിൽ പോകാനാ? ഒരു വീട്ടിൽ പോയിട്ട് വന്നല്ലേ? ഇനി ഏത് വീട്ടിൽ പോകാനാ? എന്നാ ആകുമല്ലോ. അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.